കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പവഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ല് വന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഒരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപടാവനിക്ക് കൊള്ളും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ തലകെട്ട് കെട്ടി ഈ ഹയവാൻ എന്തൊക്കെയാ ഈ പറയണത്? അള്ളാഹുവിൻ്റെ ഷർഫാക്കപ്പെട്ട നാമം യാദൽ ജലാലി വല്ലിക്റാ എന്നും പറഞ്ഞിട്ട് ഇതെങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാരെ തള്ളേ വീരന്മാരെ കത്തിയൊന്നും കൂടാതെ 100 ആളെ കൊന്നോവർ എന്ന പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഈ തരത്തിലുള്ള വൃത്തികെട്ട കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അള്ളാഹിൻ്റെ ഷർഫാക്കപ്പെട്ട നാമം ഇത് പല ആളുകളും കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഷർഫാക്കപ്പെട്ട ഏതെങ്കിലും നാമം എടുത്തിട്ട് ഇങ്ങനെ ഒലത്തിക്കഴിഞ്ഞാൽ അവിടെ ആൾ മരിച്ചു വീഴും എന്നൊക്കെ പറയുന്ന ഇതുപോലെയുള്ള ആളുകൾ ഇവരെന്താണ് ഈ ഉമ്മത്തിന് നൽകുന്ന സന്ദേശം? പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള വൃത്തികെട്ട വിവരക്കേടുകൾ പാടി നടക്കല് ഒന്ന് നിർത്തിൻ്റെ പൊന്നാര ജാലിങ്ങളെ. നിങ്ങൾക്ക് 4 അക്ഷരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇല്ലെങ്കിൽ നിങ്ങൾ ആ തലയിൽ കെട്ടി തൊള്ളി തിരികിട്ട് മുണ്ടാണ്ടിരിക്കുകയും